കേരളത്തെ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്ററാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി. കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കായിക സമ്പദ്ഘടന സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഉച്ചകോടിയിൽ അന്തർദേശീയ, ദേശീയ കായിക താരങ്ങളും സാങ്കേതിക വിദഗ്ധരും പങ്കെടുക്കും. സുലേഖ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 13 വേദികളിലായി 105 ദേശീയ, അന്തർദേശീയ വിദഗ്ധർ പങ്കെടുക്കുന്ന വിവിധ സെമിനാറുകളും കോൺഫറൻസുകളും സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി നടക്കും. കായിക വ്യവസായം, കായിക വിനോദസഞ്ചാരം, കായിക മേഖലയിലെ നിർമ്മിത ബുദ്ധി, കായികാരോഗ്യം, ഇൻവെസ്റ്റർ കോൺക്ലേവ്, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവയിലൂന്നിയുള്ള ചർച്ചകളും സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി ഉണ്ടാകും. പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒരേ മനസ്സോടെ നിന്നാൽ കായിക നയത്തിലൂടെ മുന്നോട്ട് വച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ ഒരു വെൽനസ് ആൻഡ് ഫിറ്റ്നസ് എക്കണോമിയുടെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ കായിക രംഗത്തിനാകെ വൻ ഊർജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സമ്മിറ്റ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നതാണ്. ചടങ്ങിൽ കൊച്ചി നെടുമ്പാശ്ശേരിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനുള്ള പ്രപ്പോസൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സർക്കാരിന് സമർപ്പിച്ചു. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സ്പോർട്സ് സമ്മിറ്റ് മാതൃകയാണെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 4 ദിവസങ്ങളായി നടക്കുന്ന ഈ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കായിക വിദഗ്ധരും പ്രധാന കായിക താരങ്ങളും നിക്ഷേപകരും സംരംഭകരും പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യവും ശാരീരികക്ഷമതയും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിലൂടെ ജനജീവിതത്തിലെ സമസ്ത മേഖലയിൽ സ്പർശിക്കുന്ന ഒന്നായി കായിക മേഖലയെ മാറുന്നതോടെ ലോകത്തിന് തന്നെ അനുകരണീയമായ ഒരു കായിക മോഡൽ കേരളത്തിൽ രൂപപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ കായിക മേഖലയ്ക്കുള്ള പുതിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളുടെ ഒപ്പുവെക്കലും ഉച്ചകോടിയിൽ നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.